Good morning, students. നമുക്ക് വെക്ടറിലെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. If modulus of vector A dot B is equal to modulus of vector A cross B, then theta. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ ഓപ്ഷൻസ് π/2, π/3, π/6, π/4. ഇതേതാണ് ശരിയെന്ന് നോക്കാം. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മോഡുലസ് ഓഫ് A dot B ഈക്വൽ ടു മോഡുലസ് ഓഫ് A ക്രോസ് B നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എ ഡോട്ട് ബി അല്ലെ? മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. കോസ് തീറ്റ ഇതാണ് എ ഡോട്ട് ബിയുടെ ആൻസർ. എ ഡോട്ട് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബിയുടെ ഫോർമുല എന്താണ്? മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി sin theta into vector n. Then മോഡുലസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മോഡുലസ് ഓഫ് എ, ഈ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് എയും ക്യാൻസൽ ചെയ്തു, മോഡുലസ് ഓഫ് ബിയും മോഡുലസ് ഓഫ് ബിയും ക്യാൻസൽ ചെയ്തു. ദെൻ മോഡുലസ് ഓഫ് വെക്ടർ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോഡുലസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടറിന്റെ മോഡുലസ് ഓഫ് n is equal to മോഡുലസ് ഓഫ് n, that is equal to 1. Therefore അത് 1 ആണ്. അപ്പൊ നമുക്ക് ബാക്കി എത്ര കിട്ടുന്നു? cos theta equal to sin theta എന്ന് കിട്ടും. cos theta is equal to sin theta ആയി കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? That implies theta is equal to π/4. അതായത് cos 45 degree is equal to 1/√2, sin 45 degree is equal to 1/√2. അപ്പോൾ cos theta is equal to sin theta, then angle theta is equal to π/4. നമ്മുടെ ഓപ്ഷൻ ഏതാണ് ശരി? ഫോർത്ത് ഓപ്ഷൻ ആണ്. π/4 is the correct answer. π/4 is the correct answer. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question. The direction ratios of the vector 3a plus 2b if vector A is equal to I plus j minus 2k and vector B is equal to 2i minus 4j plus 5k. നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ്, ഈ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതണം. ഇതിന്റെ ആൻസർ എഴുതിയിരിക്കുന്നത് A 6 minus 1 3, ഇനി B 7 minus 5 4, C 7 4 minus 3, D 6 7 2. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 2b ഇൻറ്റു വെക്ടർ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതണം. എന്താ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 3 ഇൻറ്റു വെക്ടർ എ പ്ലസ് 2 ഇൻറ്റു വെക്ടർ ബി കണ്ടുപിടിക്കണം. ഈ ഫസ്റ്റ് വെക്ടറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3i പ്ലസ് 3j മൈനസ് 6k, ദെൻ പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4i മൈനസ് 8j പ്ലസ് 10k കിട്ടും. ഇനി നമ്മള് 3i plus 4i എന്ന് പറഞ്ഞാൽ എന്താണ്? 7 into vector i, 3j minus 8j, that is equal to minus 5j minus 6k plus 10k. minus 6k plus 10k എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4k. അപ്പൊ നമുക്ക് 3a plus 2b യുടെ വാല്യൂ എത്ര കിട്ടിയത്? 7i minus 5j plus 4k. Then direction ratios will be direction ratios എന്ന് പറഞ്ഞാൽ എന്താണ്? coefficients of ijk, that is 7 minus 5 4. വാല്യൂ ഇതിലുണ്ടോ നോക്കിയേ. ഓപ്ഷൻ ബി ആണ് ശരി. 7 minus 5 4. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തില് 3a plus 2b നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറിൽ ഐയുടെ കോഎഫിഷ്യന്റ് 7 കിട്ടി, ജെയുടെ കോഎഫിഷ്യന്റ് -5 കിട്ടി, കെയുടെ കോഎഫിഷ്യന്റ് 4 കിട്ടി. Therefore direct ratios will be 7 - 5 4.
എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം നമ്പർ 3. What is A cross B dot vector A? A cross B dot vector A യുടെ വാല്യൂ എത്രയാണ്? ഇതിന്റെ ഓപ്ഷൻ എന്തൊക്കെയാണ്? വെക്ടർ A, B, വെക്ടർ B, C 0, D 1. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A cross B dot vector A കണ്ടുപിടിക്കണം. A cross B dot vector A. ഇവിടെ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് ഇൻ ഡോട്ട് വെക്ടർ എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇനി എ ക്രോസ് ബിയുടെ പ്രത്യേകത എന്താണ്? എ ക്രോസ് ബി എന്ന വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. എ ക്രോസ് ബി എന്നുള്ള വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു both vector A and vector, that is A cross B is perpendicular to vector A and A cross B perpendicular to vector B. രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ വരുമ്പോ ഈ A cross B dot vector A എന്ന് പറയുമ്പോൾ A cross B dot A cross B ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി their dot product. അപ്പോൾ A cross B dot vector A. Dot vector A എന്ന് പറഞ്ഞാൽ എന്താണ്? A dot B is equal to എന്താണ്? AB cos theta. AB cos theta എന്നാണ്. അപ്പോൾ cos theta ആംഗിൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ cos 90 എത്രയാണ്? cos 90 is equal to 0. Therefore നമുക്ക് ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 0. 0 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? സി. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ സി. 0 ആണ് ആൻസർ. കാരണം A cross B എന്ന വെക്ടർ is perpendicular to vector A and A cross B is perpendicular to vector B. അപ്പോൾ A cross B dot vector A എന്ന് പറഞ്ഞാൽ ഈ വെക്ടറും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ എന്താണ് പ്രത്യേകത? അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. Therefore answer will be 0. ആൻസർ എന്താണ്? 0. എല്ലാവരും എഴുതിയെടുത്തോളൂ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Next problem. The number of vectors of unit length perpendicular to the vectors vector A is equal to 2i plus j plus 2k and vector B is equal to I plus k is the option എന്തൊക്കെയാണ്? 1, 2, 3, 4. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The number of vectors of unit length. Number of vectors unit length എന്ന് പറഞ്ഞാൽ or unit vectors ആണ്. or unit vectors. Perpendicular to എത്ര വെക്ടേഴ്സ് ഉണ്ട്? വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര വെക്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് വെക്ടർ എ, ഇതാണ് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഇനി വെക്ടർ എ ക്രോസ് ബി എന്ന വെക്ടർ എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടാവും, ഇത് വെക്ടർ എ. അതുപോലെ തന്നെ താഴോട്ട് ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടാവും, വെക്ടർ മൈനസ് എ. അങ്ങനെ രണ്ട് വെക്ടർ ഉണ്ടാവും. Therefore the number of vectors of unit length perpendicular to these two vectors is, the answer will be 2. ആൻസർ എന്തായിരിക്കും? 2. ഇങ്ങനെ ഒരു വെക്ടർ വരും, ഇങ്ങനെ ഒരു വെക്ടർ വരും, ഇങ്ങനെ ഇവിടെ ഒരു വെക്ടർ ഉണ്ടാവും, ഇവിടെ ഒരു വെക്ടർ ഉണ്ടാവും. അപ്പൊ രണ്ട് വെക്ടറിനും കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടും? നമ്പർ ഓഫ് വെക്ടേഴ്സ് വിൽ ബി 2.
ടു വെക്ടേഴ്സ് ആണ്. വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടേഴ്സിന്റെ എണ്ണം എത്രയാണ്? വെക്ടർ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇസ് ഈക്വൽ ടു 2 ആണെന്നാണ് കിട്ടുന്നത്. എഴുതിയെടുത്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The projection vector of vector A on vector B is vector A dot vector B by modulus of vector B into B. രണ്ടാമത്തെ ആൻസർ വെക്ടർ A dot B by modulus of vector A by B. C. Vector A dot vector B by modulus of vector B. Then D. Vector A dot vector B by modulus of vector B. But the question, the projection vector A on vector B. Projection vector A on B is 4 options ആണ് തന്നിരിക്കുന്നത്. The projection vector of vector A on B. Projection of vector A on B എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ആൻസറിൽ വരുന്നതാണ് എപ്പോഴും B ആയിട്ട് താഴെ വരുന്നത് അല്ലേ? The projection vector A on B. Projection vector A on B എന്ന് പറഞ്ഞാൽ A dot B by modulus of B. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? The projection vector എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Projection vector. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ projection vector of vector A on B എന്നാണ്. The projection vector A on B എന്നല്ല. Projection vector A on B എന്നാണെങ്കിൽ ആൻസർ ഏതായിരിക്കും ശരി? വെക്ടർ A dot B by modulus of B എന്ന് വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് the projection vector എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്ഷൻ വെക്ടർ എന്ന് ചോദിച്ചത് കൊണ്ട് ഇതിന്റെ ആൻസർ A on B യുടെ ആൻസർ എന്താണ്? ഇതാണ് ആൻസർ, A ആണ് ആൻസർ. അതായത് A dot B by modulus of B, B കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. A dot B by modulus of B by B. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. പ്രൊജക്ഷൻ വെക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്ഷൻ A on B എന്നാണ് ചോദിച്ചതെങ്കിലോ നമുക്ക് A dot B by modulus of B എന്ന് എഴുതാം. താഴെ എപ്പോഴും B വരും. ഇപ്പൊ പ്രൊജക്ഷൻ ഓഫ് B on A എന്നാണെങ്കിൽ A dot B by modulus of A എന്ന് വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൊജക്ഷൻ വെക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്ഷൻ വെക്ടർ എന്നായതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? വെക്ടർ A dot B by modulus of B into B എന്നാണ് ആൻസർ കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. പല കുട്ടികളും ഇതിന്റെ ആൻസർ ഉടനെ തന്നെ എഴുതും. കാരണം പ്രൊജക്ഷൻ വെക്ടർ A on B എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വെക്ടർ A dot B by modulus of B എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൊജക്ഷൻ വെക്ടർ A on B എന്നല്ല, ദ പ്രൊജക്ഷൻ വെക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെക്ടർ A dot B by modulus of B into B. അപ്പൊ ഫസ്റ്റ് ആൻസർ ആണ് ഇതിന്റെ ആൻസർ. എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ.